ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 വിസിലടുപ്പിക്കും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വിസിൽ വരട്ടെ. 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും കുറച്ച് വലിയുള്ളി അരിയണം. 2 or 3 വലിയുള്ളി അരിയണം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കണം. അത് ചെയ്യട്ടെ. ഞങ്ങൾ നാട്ടിൽ പോയി. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാട്ടോ എത്തിയത്. മക്കൾക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഉള്ള വിഷമമാണ്. പിന്നെ ഇനിയിപ്പോൾ നാത്തും പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ കാണാൻ പോകല്ല. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ എല്ലാവരും വന്നു. വീട്ടിൽ പോയാൽ പിന്നെ അവിടെ ഏട്ടൻ്റെ മക്കളും എല്ലാവരും ഉണ്ടാകുമ്പോഴേ കളിക്കാനും എളുപ്പമാണ്. കളിക്കാനൊക്കെ പോവും. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ മക്കൾ സ്കൂളിൽ പോണു വരുന്നു. പിന്നെ വീട്ടിൽ വന്നാൽ വീണ്ടും പഠിത്തം. ഇപ്പോൾ ഒരു വെക്കേഷൻ സമയം അടിച്ചു പൊളിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ ഓണം അടിച്ചു പൊളിച്ചോ? എല്ലാവരും കമൻറ്റ് ചെയ്യൂട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു. ചോദിക്കട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഇന്നലെ വൈകിട്ട് വന്നിട്ട് വെച്ചൊരു കറി ഉണ്ടായിരുന്നു, പച്ചക്കറി. അപ്പം അമ്മൂനൊരാഗ്രഹം ചിക്കൻ കറി കൂട്ടണം എന്ന്. വീട്ടിൽ പോയിട്ട് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മൂന് ഇവിടെ വന്നപ്പോൾ ഒരു കൊതി. ഫോണിലെന്തോ കണ്ടു പുട്ടും ചിക്കനും കഴിക്കുന്നത്. അപ്പോഴേക്കും അമ്മൂന് വേണം. അപ്പം അങ്ങനെ പോയി വേഗം വാങ്ങിയതാണ്. അപ്പം ഇപ്പോൾ മീനും ഇതൊക്കെ ചിക്കൻ ഉണ്ടാക്കാലോ വെച്ച് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. 3 വിസിൽ വന്നിട്ടുണ്ട്. 3 or 2 കയ്യിലും മതി. ഞാൻ വിസിലടുപ്പിച്ചിട്ടാണ് വെക്കാറ് കേട്ടോ. വേറെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോക്ക് ഇഷ്ടമുണ്ടോ എല്ലാവർക്കും? ഈ വീഡിയോയിലൊക്കെ അങ്ങനെ കാണുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് കറി. ചെറിയ ആൾക്ക് അങ്ങനത്തെ കറി വേണം പറഞ്ഞിട്ടേ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. വലിയ ആൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കും. അവൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു കറി വേണമെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. മധുരമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഒരു മധുരം വേണമെന്ന് പറഞ്ഞു. നമ്മൾ ക്യാപ്സിക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത കറി. കടയിൽ പോയപ്പോൾ വാങ്ങാൻ മറന്നു പോയതാ. വീടെത്തിയിട്ടാണ് ഓർമ്മ വന്നത്. ഇനി നമ്മൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ അങ്ങനെ മല്ലിച്ചപ്പ് ഉപയോഗിക്കാറില്ല. മറ്റേ വേറൊരു മല്ലിച്ചപ്പുണ്ട്, എന്താ പറയുക, ഒരു ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. അത് ഭയങ്കര സ്മെല്ലാണ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആ ആഫ്രിക്കൻ മല്ലി അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാ. ആൻഡ് അത് നല്ലൊരു മണമുള്ള മല്ലിയാണ്. ചെറിയ ആളിൽ നിന്ന് പഠിക്കുന്നു. ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. പുളിക്ക് ചെറിയൊരു പുളി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അത് വേഗം വഴണ്ടി വരിക. അങ്ങനെ
ഇങ്ങനത്തെ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അടച്ചു വെച്ച് തിളപ്പിക്കണോ? വേണ്ട, അത് വേണ്ട. ആയി വേവിച്ചെടുത്തതല്ലേ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ, ഇന്ന് ഇങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കിയത്. തക്കാളി ഇപ്പം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചൂടോടുകൂടി അടച്ചു വെച്ചാൽ അവിടെ ഇരുന്ന് വഴണ്ടി വരുമല്ലോ. വെള്ളം ചേർക്കാണ്ട് കേട്ടോ ഞാനിത് കറി ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കില്ല, കഴിക്കാറാകുമ്പോൾ ആ തക്കാളിയൊക്കെ ഇതിലേക്ക് പുളിയൊക്കെ ഇറങ്ങി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഇങ്ങനെ കേട്ടോ. തേങ്ങ കൊത്തൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും, പക്ഷെ ഇവിടെ കൊട്ട തേങ്ങ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ടോ, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. വെള്ളം ചേർക്കാത്ത കറി ചപ്പാത്തിക്ക് ചോറിനൊക്കെ അടിപൊളിയാണ്. അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂട്ടോ. എൻ്റെ കറികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ബൈ.